എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 5-ാമത്തെ സർഗത്തിലെ 57ഉം 58ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണുള്ളത്. കാളിന്തിയെ പറ്റിയിട്ടുള്ള സ്വപ്നമൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം വെളിച്ചായപ്പോൾ ഭഗവാൻ കട്ടിലുമേരുന്നുകൊണ്ട് തന്നെ കുറേ നേരം ആലോചിച്ചു, എങ്ങനെയൊക്കെ കാളിന്തിയിൽ നിന്നും മാറ്റണം എന്ന് ആലോചിച്ചുറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം പ്രഭാതത്തിലുള്ളതായ ഗോകുലത്തിലെ ചില കാഴ്ചകളാണ് കവി വർണ്ണിക്കുന്നത്. നമുക്ക് ശ്ലോകം ആദ്യം നോക്കാം. പ്രസാരണ കുഞ്ചനപേശലാഭ്യാം ദുർഭ്യാം സലീലം ദധിമധ്നദീനാം വ്രജാംഗനാനാം മുമുദേ സശൃണ്വൻ ദാമോദരഃ കങ്കണശിഞ്ചിതാനി. പദച്ഛേദം നോക്കാം. പദച്ഛേദം എന്ന് പറയാൻ ധാരാളമില്ല, പദങ്ങളൊക്കെ ഒന്ന് നോക്കാം. പ്രസാരണ ആകുഞ്ചന പേശലാഭ്യാം ദോർഭ്യാം സലീലം ദധി മധ്രദീനാം വ്രജാംഗനാനാം മുമുദേ സ ശൃണ്വൻ ദാമോദര കങ്കണശിഞ്ചിതാനി. ഇതിൽ സന്ധിയൊന്നുമില്ല, ഒക്കെ ഓരോരോ വാക്കുകൾ, സമാസങ്ങളുണ്ട്. ആദ്യത്തെ വാക്കൊക്കെ സമാസമാണ്, സന്ധിയില്ല. അപ്പോൾ രാവിലെ ആയപ്പോൾ ഭഗവാൻ എന്തൊക്കെയാണ് കേട്ടത്, എന്തൊക്കെ കേട്ടാണ് സന്തോഷിച്ചതെന്ന് പറയാണ്. സ ദാമോദര, ആ ദാമോദരൻ ഭഗവാൻ മഹാവിഷ്ണുവായിട്ടുള്ള ശ്രീകൃഷ്ണൻ പ്രസാരണ ആകുഞ്ചന പേശലാഭ്യാം ദോർഭ്യാം. പ്രസാരണം ആകുഞ്ചനം, ആ 2 വാക്കുകൾ തർക്കശാസ്ത്രത്തിൽ ന്യായത്തിൽ വരുന്നതാണ്. പ്രസാരണം എന്ന് പറഞ്ഞാൽ വിടരുക, ആകുഞ്ചനം എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക എന്നാണ് അർത്ഥം. ഇവിടെ കൈകളെ പറ്റിയിട്ട് പറയാനാണ് കവി ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് പ്രസാരണ ആകുഞ്ചന പേശലാഭ്യാം ദോർഭ്യാം. പ്രസാരണം ചെയ്യുന്നത് കൊണ്ടും ആകുഞ്ചനം ചെയ്യുന്നത് കൊണ്ടും പേശലമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ദോർഭ്യാം, കൈകളാൽ, 2 കൈകൾ കൊണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഈ പ്രസാരണം ആകുഞ്ചനം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണെങ്കിൽ, ദധിമധ്നദീനാം എന്ന് വ്രജാംഗനമാരെ പറ്റിയിട്ട് പറയുന്നുണ്ട്. വ്രജാംഗനാനാം ദധിമധ്നദീനാം വ്രജാംഗനാനാം. വ്രജാംഗനമാർ, വ്രജം എന്ന് പറഞ്ഞാൽ ഗോകുലം, ഗോകുലത്തിലെ സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകൾ, ഗോപസ്ത്രീകൾ. അവരെന്താ ചെയ്യണത്? ദധി എന്ന് പറഞ്ഞാൽ തൈര്, മഥനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കടയ. മധ്നദീനാം, ദധി മധ്നദീനാം എന്ന് പറഞ്ഞാൽ തൈര് കലക്കുന്നവരായിട്ടുള്ള ഗോപസുന്ദരിമാർ. ആ തൈര് കലക്കുമ്പോൾ എങ്ങനെയാണ് കൈ അനങ്ങുക എന്നുള്ളതാണ് ഈ ആദ്യത്തെ വാക്കുകൊണ്ട് പ്രസാരണ ആകുഞ്ചന പേശലാഭ്യാം ദോർഭ്യാം എന്ന് കൈയിൻ്റെ വിശേഷണമായിട്ട് കൊടുത്തത്. കൈകൾ കൊണ്ട് ആ സുന്ദരിമാരായിട്ടുള്ള ഗോപസ്ത്രീകൾ തൈര് കടഞ്ഞു. എങ്ങനെയാണ് കൈകൊണ്ട് തൈര് കലക്കുമ്പോൾ എന്താ ഉണ്ടാവുക എന്നാണെങ്കിൽ, 2 കൈകളും ഉപയോഗിച്ചാണ് തൈര് കലക്കണത്. ഒരു കൈ ചുരുങ്ങുമ്പോൾ മറ്റേ കൈ വിടരും, അങ്ങനെയാണല്ലോ. ഒരു കൈ നീളും, മറ്റേ കൈ ചുരുങ്ങും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് തൈര് കടയുക. തൈര് നിറച്ചിട്ടുള്ളതായ കലം, പാത്രം ഒരു തൂണിലോ ചെറിയൊരു വടിയിലോ ഒക്കെ ബന്ധിച്ച് നിർത്തിയിട്ട് അതിലേക്ക് കടകോല് വെച്ച് അടപലക വെച്ച് അതിൽ കയറ് ചുറ്റിയിട്ട് 2 കൈകൾ കൊണ്ടും വലിക്കുകയും, അതുപോലെ തന്നെ ഒരു കൈ കൊണ്ട് വലിക്കുമ്പോൾ മറ്റേ കൈ ചുരുങ്ങിപ്പോവും. അങ്ങനെ കലക്കിയിട്ടാണ് വെണ്ണ ഉണ്ടാവണത്. അപ്പോൾ ഈ പ്രവൃത്തിയെയാണ് കവി പ്രസാരണ ആകുഞ്ചന പേശലാഭ്യാം ദോർഭ്യാം എന്ന് പറഞ്ഞത്. 2 കൈകളും ഉപയോഗിച്ച് കൈ നിവർത്തുകയും ചുരുക്കുകയും ചെയ്തുകൊണ്ട് തൈര് കടഞ്ഞുകൊണ്ടിരിക്കുന്നവരായിട്ടുള്ള സുന്ദരിമാർ. അവരങ്ങനെ തൈര് കലക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? കങ്കണശിഞ്ചിതാനി ശൃണ്വൻ. കങ്കണശിഞ്ചനങ്ങൾ, ശിഞ്ചിതം, കങ്കണം വള, കങ്കണശിഞ്ചിതം വളകിലുക്കം. സാധാരണ ഈ ഗോപസ്ത്രീകൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ധാരാളം ആഭരണങ്ങൾ ധരിക്കും. സ്വർണ്ണമൊന്നും ആയിക്കൊള്ളുന്നില്ല, മുത്തുകൊണ്ടും അതുപോലെ തന്നെ കുപ്പി കൊണ്ടുമൊക്കെ ഉള്ളതായിട്ടുള്ള വളകൾ ധാരാളം ധരിച്ചിട്ടുണ്ടാവും. അതാണെങ്കിൽ ഇങ്ങനെ സദാസമയവും കിലുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അനങ്ങുമ്പോൾ ഒക്കെ കൈ അനക്കുമ്പോഴൊക്കെ നല്ല ശബ്ദം കേൾക്കും. പ്രത്യേകിച്ച് ഈ തൈര് കലക്കുമ്പോൾ നല്ലോണം കൈ അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നന്നായി കിലുക്കവും കേൾക്കാനുണ്ട്. അതാണ് കങ്കണ ശിഞ്ചിതാനി. കൈവളകളുടെ കിലുക്കം കേട്ടുകൊണ്ട് സദാമോദര, അത് ആദ്യം പറഞ്ഞു, കൃഷ്ണൻ മുമുദേ നല്ലവണ്ണം സന്തോഷിച്ചു, അത് കേട്ട് ആനന്ദിച്ചു. ഹായ്, നമ്മൾ സാധാരണ കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ കേട്ടു തുടങ്ങി, വെളിച്ചാവാൻ കാലമായി,
അതിൻ്റെ ഒരു ഭംഗി, തൈര് കലക്കുക, അതുപോലെ തന്നെ പശുക്കൾക്ക് തീറ്റ കൊടുക്കുക, പുല്ല് കൊടുക്കുക, അവരെ വന്ദിക്കുക, അതിനുശേഷം പശുക്കളെയൊക്കെ മേയാൻ വിടുക, ഇതൊക്കെ ഗോകുലത്തിൽ സ്ഥിരമായി നടക്കുന്ന പ്രവൃത്തികളാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും നേർത്തെണീറ്റ് ഗോപസ്ത്രീകൾ ചെയ്യേണ്ടതായിട്ടുള്ള പല പണികളുണ്ട്. ഇനി അടുത്ത ശ്ലോകത്തിൽ അതാ പറയണത്. അതൊക്കെ കേട്ടുകൊണ്ട്, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ശ്രീകൃഷ്ണൻ എവിടെയാണോ കിടന്നുറങ്ങിയത് അവിടെ തന്നെ ഇരുന്നു കൊണ്ട്, കിടക്കയിൽ ഇരുന്നു കൊണ്ട് കേട്ട് സന്തോഷിച്ചു എന്നാണ് ഇവിടെ 57-ാമത്തെ ശ്ലോകത്തിൽ കവി വർണ്ണിക്കുന്നത്. നമുക്ക് 58-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ദുകൂലമഗ്രം പരിധായ ധൗതം സംമൃഷ്ടമഭ്യർച്ചയതാമളിന്ദം ഗൃഹേ ഗൃഹേ ഗോപവധൂജനാനാം ശുശ്രാവഗീതം നിജനാമഗർഭം. പദച്ഛേദം ആദ്യം നോക്കാം. ഇവിടെയും ഗോപസ്ത്രീകളുടെ തന്നെ ചില വെളുപ്പാങ്കാലത്തെ വ്യാപാരങ്ങളെ പറ്റിയിട്ട്, അവരുടെ ചില പരിപാടികൾ, അവർ ചെയ്യുന്നതായിട്ടുള്ള ഭംഗിയുള്ള ചില പ്രവൃത്തികൾ, അതിനെ പറ്റിയിട്ടാണ് പറയണത്. ദുകൂലം അഗ്ര്യം പരിധായ ധൗതം സംമൃഷ്ടം അഭ്യർച്ചയതാം അളിന്ദം ഗൃഹേ ഗൃഹേ ഗോപവധൂജനാനാം ശുശ്രാവ ഗീതം നിജനാമഗർഭം. ഉറക്കച്ചടവോടുകൂടി എണീറ്റിരുന്നു കൊണ്ട് ഗോപസ്ത്രീകളുടെ വളകിലുക്കം കേട്ട് സന്തോഷിച്ചു എന്ന് പറഞ്ഞു. അടുത്തതായിട്ട് അവരെന്താണ് ചെയ്യണത് എന്നാണെങ്കിൽ, അത് കൃഷ്ണനെ പറ്റിയിട്ടാണ് പറയണത്. ആ കൃഷ്ണൻ ഗൃഹേ ഗൃഹേ, ഗൃഹേ ഗൃഹേ പ്രതിഗൃഹം, ഓരോ വീടുകളിലും, അതായത് അടുത്തടുത്തൊക്കെ വീടുകളുണ്ടാവും, ചെറിയ വീടുകളാണ്, ഇവരൊക്കെ കൂട്ടം കൂട്ടമായിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ നന്ദഗോപരുടെ ഗൃഹത്തിൻ്റെ അടുത്ത് തന്നെ വേറെ പല ഗോപസ്ത്രീകളുടെയും ഗോപന്മാരുടെയും ഗൃഹങ്ങളുണ്ട്. ആ ഗൃഹങ്ങളിലൊക്കെ തന്നെ ധൗതം അഗ്രം ദുകൂലം പരിധായ, അവിടെയൊക്കെ ഉള്ളതായ ഗോപസ്ത്രീകൾ, അവർ രാവിലെ എണീറ്റിട്ട് ധൗതം, നന്നായി തിരുമ്പി വെളുപ്പിച്ച നല്ല നിറമുള്ളതായ, അതായത് നല്ല വൃത്തിയും വെടിപ്പുമുള്ളതായ അഗ്രം ദുകൂലം പരിധായ, അഗ്രം എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായിട്ടുള്ള നല്ല ഭംഗിയുള്ളതായ, ദുകൂലം, ദുകൂലം എന്ന് പറഞ്ഞാൽ പട്ടുവസ്ത്രം എന്നും അർത്ഥമുണ്ട്, സൂക്ഷ്മമായിട്ടുള്ള വസ്ത്രം എന്നും അർത്ഥമുണ്ട്. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ വലിയ കനമൊന്നും ഇല്ലാത്ത, വീടുകളിൽ ആൾക്കാർ താമസിക്കുന്ന സമയത്ത്, വീടുകളിലായിരിക്കുന്ന സമയത്ത് വലിയ കട്ടിയുള്ള ഉടുപ്പുകളൊന്നും ആരും ഇടാറില്ല. പുറത്തേക്കൊക്കെ പോകുമ്പോഴാണ് കനമുള്ള സാരികളോ വസ്ത്രങ്ങളോ ഒക്കെ ധരിക്കുക. വീടുകളിലാവുമ്പോൾ നേർത്ത വസ്ത്രങ്ങൾ, ശരീരത്തിലിട്ടാൽ ഇട്ടുവെന്ന് തോന്നാത്ത അത്രയ്ക്കുള്ള വസ്ത്രങ്ങളൊക്കെ ഇടാറുള്ളൂ. പ്രത്യേകിച്ച് പണ്ട് കാലത്ത് അത്രയ്ക്കൊക്കെ തന്നെയുള്ളൂ. അങ്ങനെയുള്ള വസ്ത്രങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ പറയണത്. അഗ്രം ദുകൂലം, നല്ല ഭംഗിയുള്ള വൃത്തിയും വെടിപ്പൊക്കെ ഉള്ള, തിരുമ്പി ഉണക്കി അങ്ങനെ വച്ചിരിക്കുന്നതായ വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് അവർ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച വസ്ത്രങ്ങളൊക്കെ മാറ്റി നല്ല വസ്ത്രങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട് എന്താണ് ചെയ്യണത്? സംമൃഷ്ടം അളിന്ദം. സംമൃഷ്ടം എന്ന് പറഞ്ഞാൽ അടിച്ചു വൃത്തിയാക്കിയ, ചൂലോണ്ട് അവിടെയുള്ളതായ ഇലകളും മറ്റു പൊടികളൊക്കെ അടിച്ചു വാരി കളഞ്ഞതായിട്ടുള്ള സമ്മാർജന ശോധിതം, മാർജനം ചെയ്തിട്ട് ചൂലുകൊണ്ട് അടിച്ചു വാരിയിട്ട് വൃത്തിയാക്കിയതായ അളിന്ദം. അളിന്ദം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ മുൻഭാഗം, പൂമുഖം, ഉമ്മറം എന്നർത്ഥമുണ്ട്. മുറ്റം തൊട്ട് മുറ്റം, ഉമ്മറത്ത് തന്നെ, ഏറ്റവും അടുത്ത മുൻഭാഗത്ത് തന്നെ. അഭ്യർച്ചയതാം, അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് അഭ്യർച്ചനം ചെയ്യുക. മുറ്റത്തിരുന്ന് അഭ്യർച്ചനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെയാണ് അർച്ചനം ചെയ്യുന്നത്, ആരെയാണ് പൂജിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ അധികം ഇല്ലെങ്കിലും തമിഴ്നാട്ടിലൊക്കെ തമിഴ് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് മുറ്റത്തൊക്കെ കോലമിടുന്നൊരു ചടങ്ങുണ്ട്. രാവിലെ എണീറ്റ് അരിപ്പൊടി കൊണ്ട് നല്ല ഭംഗിയുള്ള കളങ്ങളൊക്കെ വരയ്ക്കും, ചിത്രങ്ങളൊക്കെ വരയ്ക്കും. അങ്ങനെ വരയ്ക്കണതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതാണ് മുറ്റത്തിരുന്നു കൊണ്ട് അവിടെ പൂമുഖത്തിനെ, മുൻവശത്തിനെ ആരാധിക്കുന്നവരായ, കോലമിട്ട് അലങ്കരിക്കുന്നവരായ, അഭ്യർച്ചനം ചെയ്യുന്നവരായ, അലങ്കരിക്കുന്നവരായിട്ടുള്ള ഗോപവധൂജനാനാം, ഗോപസ്ത്രീകളുടെ അവിടെ ഇരുന്നു കൊണ്ട് അവർ ചിത്രം വരയ്ക്കുകയാണ്, ഈ കോലമിടാണ്. അപ്പോൾ അങ്ങനെ ചിത്രം വരയ്ക്കണതിൻ്റെ കൂട്ടത്തിൽ അതൊക്കെ ആരാധനാ സമ്പ്രദായങ്ങളിൽ ചില വ്യത്യസ്ത തരങ്ങളായിട്ടുള്ള രീതികളാണ്. അപ്പോൾ അങ്ങനെ കോലമിടുന്നവരായിട്ടുള്ള ഗോപസ്ത്രീകളുടെ നിജനാമഗർഭം ഗീതം ശുശ്രാവ, ഗീതം ശുശ്രാവ, അവർ ഉറക്കൊക്കെ പാട്ടുപാടിക്കൊണ്ടാണ്
ഈ കോലം വരയ്ക്കണത്. അങ്ങനെ വരയ്ക്കണതിൻ്റെ കൂട്ടത്തിൽ പാടുന്ന പാട്ടുകൾ ആരുടെ നാമങ്ങളാണ്? തൻ്റെ തന്നെ നാമങ്ങളാണ്. ഭഗവാൻ മഹാവിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ടാണ്, സഹസ്രനാമം പോലെയുള്ളതൊക്കെ ചൊല്ലിക്കൊണ്ടായിരിക്കണം പലതരത്തിലുള്ള ആരാധനകൾ പാട്ടുപാടി നടത്തിക്കൊണ്ടാണ് അവരത് വരച്ചുകൊണ്ടിരിക്കുന്നത്. അത് തൻ്റെ തന്നെ പേരാണ് എന്നുള്ളത് കൃഷ്ണന് മാത്രമല്ലേ അറിയുള്ളൂ. അതാണ് നിജനാമഗർഭം, തൻ്റെ തന്നെ പേരുള്ളതായ, പേരുകൾ ഉൾക്കൊള്ളുന്നതായ പാട്ടുകൾ പാടി ആ കോലമിടുന്ന ഗോപസ്ത്രീകളെ കാണുകയല്ല, കോലമിടുന്നത് പാട്ടുപാടിക്കൊണ്ട് ചെയ്യുന്നത് കേട്ടു. പാട്ട് കേട്ടു, കോലമിടുകയാണ് എന്നുള്ളത് ഭഗവാന് മനസ്സിലായി. വീടിൻ്റെ മുൻഭാഗത്തിരുന്ന് ചൂലോണ്ട് അടിച്ചുവാരൊക്കെ കഴിഞ്ഞ് വെള്ളം തെളിച്ച് ശുദ്ധാക്കിയിട്ട് അവിടെ അരിപ്പൊടി കൊണ്ട് അഭ്യർച്ചനം നടത്തുന്നു, ചിത്രം വരയ്ക്കുന്നു, കോലമിടുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെക്കുറിച്ച് സ്തുതിക്കുന്ന പാട്ടുകളും അവർ പാടിക്കൊണ്ടിരുന്നു. അത് കൃഷ്ണൻ തൻ്റെ ഗൃഹത്തിലിരുന്നു കൊണ്ട്, കിടക്കയിലിരുന്നു കൊണ്ട് കേട്ടു എന്നാണ് കവി വർണ്ണിക്കുന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. പ്രസാരണ കുഞ്ചന പേശലഭ്യാം ദോർഭ്യാം സലീലം ദധിമധ്നദീനാം വ്രജാംഗനാനാം മുമുദേ സശൃണ്വൻ ദാമോദരഃ കങ്കണശിഞ്ചിതാനി ദുകൂലമഗ്ര്യം പരിധായ ധൗതം സംമൃഷ്ടമഭ്യർച്ചയതാമളിന്ദം ഗൃഹേ ഗൃഹേ ഗോപവധൂജനാനാം ശുശ്രാവഗീതം നിജനാമഗർഭം. കഴിഞ്ഞ ശ്ലോകത്തിൽ സലീലം ദധിമധ്നദീനാം എന്നുള്ളതിൽ സലീലം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പറഞ്ഞില്ല തോന്നുന്നു. സലീലം എന്ന് പറഞ്ഞാൽ വളരെ ലഘുവായിട്ട്, വളരെ ലളിതമായിട്ട്, ലീലയോട് കൂടിയിട്ട്, അതായത് ആ പണിയൊന്നും വലിയ കാര്യമായിട്ടുള്ളൊരു പണിയല്ല ഗോപസ്ത്രീകൾക്ക്. അവർ സ്ഥിരമായി ചെയ്യണത് കൊണ്ട് അതിന് പ്രത്യേകിച്ച് ഭാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടു കൂടി ചെയ്തുകൊണ്ടിരുന്ന തൈര് കലക്കൽ. രണ്ടാമത്തെ ശ്ലോകത്തിൽ പാട്ടുപാടി മുറ്റത്ത് കോലമിടുന്നു ഗോപസ്ത്രീകൾ. അതൊക്കെ കണ്ടും കേട്ടും ഭഗവാൻ സന്തോഷിച്ചു എന്നർത്ഥം. ഈ 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.